Hello everyone, welcome to our channel. എല്ലാവർക്കും നമ്മളുടെ അനോഖീസ് ക്വസ്റ്റ് ആൻഡ് ഫ്ലേവർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കുറച്ച് മത്തി മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പ്രീവിയസ്ലി ഇട്ട വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനി മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ എടുത്തത്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ആക്ച്വലി ഈ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിയും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഈ കത്രികയും യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഞാനിതിൻ്റെ ചെതുമ്പൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതാകുമ്പം അല്ലെങ്കിൽ ഈ ചെതുമ്പൽ ഭയങ്കര കട്ടിയായിരിക്കും, നമ്മൾ കത്തി വെച്ച് ഇങ്ങനെ വെച്ചാലൊന്നും പോരത്തില്ല. ഇതിപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് പോരുന്നത്. എന്നിട്ട് ഇങ്ങനെ ആദ്യം ഞാൻ ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം ചെതുമ്പൽ കളയും, രണ്ട് സൈഡും കളയും. രണ്ട് സൈഡും കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ കത്രിക യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലെ മുള്ളും വെട്ടും. പിന്നെ ഇതിൻ്റെ തലയുടെ ഏരിയ ഇങ്ങനെ വെട്ടും. എന്നിട്ട് വയറിൻ്റെ ഏരിയ കളയും. പിന്നെ ഞാൻ ഈ കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വയറിനുള്ളിൽ ക്ലീൻ ചെയ്യും. ഈ ബ്ലാക്ക് കളർ സാധനം മൊത്തം എടുത്ത് കളയണം. അത് ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ പോവും. അന്നേരം നമുക്ക് കഴുകുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ വാലും കൂടെ വെട്ടും ഇങ്ങനെ. അതുപോലെ നമുക്ക് ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം എല്ലാത്തിൻ്റെയും ചെതുമ്പൽ കളഞ്ഞിട്ടിടും, അതാണ് എളുപ്പം. എന്നിട്ടാണ് രണ്ടാമതാണ് ഇതിൻ്റെ മുള്ളുകളെല്ലാം വെട്ടിക്കളയുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ കൂരിമീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരെല്ലാവരും കൂരിമീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണണം. ഞാൻ റിലേറ്റഡ് വീഡിയോസിനകത്ത് കൂരിമീൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം, കൂരിമീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത്. ഇത് നമ്മൾ 1/2 കിലോ മത്തിയാണ് മേടിച്ചത്.
നമുക്ക് ഒരു 2 ദിവസത്തേക്കുള്ളത് മതിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെക്കാറില്ല. അയൽമീൻ നിന്നും അത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെക്കാറില്ല. വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് വിടാം ഇതിൻ്റെ ചെതുമ്പൽ. നമ്മൾ ആദ്യം കൂരിയുടെ വീഡിയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മത്തി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുന്ന മീനാണല്ലോ. അത് എല്ലാവർക്കും ക്ലീൻ ചെയ്യാനായിട്ട് അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കൂരിമീൻ്റെ ഇത് ചെയ്തത്. കൂരിനെ വെച്ച് നോക്കുമ്പോൾ മത്തി ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ്. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയും. ഈ മത്തിക്കകത്ത് ചെറിയ മുട്ട വന്നിട്ടുണ്ട്, പക്ഷെ അത് കുഞ്ഞതായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. മത്തി നമ്മൾ കൂടുതലും ഫ്രൈ ചെയ്യാനായിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ കറിയായിട്ട് വെക്കാറില്ല. പലരും പല രീതിക്കാണ്. നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ടാണ് കൂടുതൽ വാങ്ങുന്നത്. പിന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണെങ്കിലും അവർ പറയുന്നത് മത്തി കഴിച്ചാൽ നല്ലതാണ്, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ലതാണെന്നൊക്കെ പറയുന്നത്. കൊച്ചിന് കൊടുക്കാനൊക്കെ ആണെങ്കിലും മത്തി നല്ലതാണ്, വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിടയ്ക്ക് വാങ്ങാറുണ്ട്. കൊച്ചിനും ഇഷ്ടമാണ് മത്തി. പിന്നെ ഇത് വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്രഷ് ആണോ എന്ന് നോക്കണം. ഇത് ഫ്രഷ് ആണോ എന്ന് നോക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചെകിള നോക്കുമ്പം ബ്ലഡിൻ്റെ കളറ് റെഡ് കളറ് കാണണം. വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ ഇതത്ര ഫ്രഷ് അല്ല. ഇതെന്നല്ല, മീനുകൾ അത്ര ഫ്രഷ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. മത്തിയുടെ കാര്യം മാത്രമല്ല, എല്ലാ മീനും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വണ്ടികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം. കാരണം നമ്മളിവിടെ മെയിൻ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. എപ്പോഴും വണ്ടികളുടെ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ ഈ മീൻ വെട്ടുന്ന സമയത്ത് നമ്മുടെ മോളും കൂടെ കാണണ്ടായിരുന്നു. ആളിപ്പോൾ ഉറക്കമായതുകൊണ്ടാണ്. ആൾക്ക് ഈ മീൻ ക്ലീനിങ്ങും വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം അവളില്ലാതെ വന്ന് വീഡിയോ എടുക്കുന്നത്. ഇല്ലെങ്കിൽ വീഡിയോയിൽ അവളും കൂടെ കണ്ടേനെ. ഏകദേശം നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വാങ്ങിയ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് കളഞ്ഞിട്ട് ഈ മീനിനെ ഒരു ചട്ടിക്കകത്തിട്ടിട്ട് തേച്ചിട്ട് കഴുകണം. ആദ്യം ഞാൻ വെട്ടി വെച്ച മീനെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്നുകൂടെ കഴുകിയിട്ട് ചട്ടിക്കകത്തിടും. എന്നിട്ട് ഈ ചട്ടിയിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെയാണ് കഴുകുന്നത്. ഇത് ആക്ച്വലി എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും കഴുകുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത്, അമ്മയും വല്യമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് പഠിച്ചത്.
പിന്നെ കൂടുതലും കുക്കിങ്ങിലേക്ക് ഇറങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാണ്. ഒരു തവണ കഴുകി മതിലപ്പുറത്തോട്ടായിടുന്നത്. മിനിമം ഒരു 3-4 തവണ ഇങ്ങനെ ഞാൻ കഴുകും. ഒന്നുകൂടി ഇങ്ങനെ കഴുകിയിട്ട് പിന്നെ കുറച്ച് ഉപ്പെടുത്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കഴുകിയാൽ മതി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പൊക്കോളും. പിന്നെയും അഴുക്ക് പോകുന്നില്ല, മണം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആൻറ്റി പറഞ്ഞ ടിപ്പാണ്. കുറച്ച് നമ്മുടെ പശുവും പാലുണ്ടല്ലോ, പച്ചപ്പാൽ ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ ഒളുമ്പ് പോകുമെന്നാണ് പറഞ്ഞത്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കുടംപുളി ആണെങ്കിലും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ, കുടംപുളി ഇട്ട വെള്ളത്തിൽ ഈ മീൻ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഉളുമ്പ് മണം ഉണ്ടെങ്കിൽ പോകും. ഈ ഉപ്പിൻ്റെ കവർ നമ്മളിവിടെ പുറത്ത് തന്നെ വെക്കുന്ന, അകത്തോട്ടുള്ള യൂസിന് നമ്മളിത് ഉപയോഗിക്കാറില്ല. ഇത് മീൻ കഴുകാനും അതുപോലെ തന്നെ വേറെ കൊച്ചിൻ്റെ പാമ്പേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് പുറമെ തന്നെ വെക്കുന്ന ഉപ്പാണ്, കല്ലുപ്പാണ്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പാണെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് കഴുകാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനിട്ട് ഉപ്പ് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അത്യാവശ്യം മീൻ കുറവായതുകൊണ്ട് ഉപ്പ് കൂടുതലാന്ന് തോന്നുന്നു. ഇത്ര ഉപ്പിടണ്ട, നിങ്ങളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള ഉപ്പിട്ടാൽ മതി. പിന്നെ കല്ലുപ്പ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പൊടിയുപ്പാണെങ്കിലും ചേർത്തിട്ട് കഴിക്കാൻ മതി. ഓക്കെ, ഇത്ര മതി. ഇനി ഇത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കുറച്ചും കൂടെ വെള്ളം എടുക്കട്ടെ. ഇത് ലാസ്റ്റായിട്ട് കഴുകുന്ന. ഇപ്പം ഇതെല്ലാം മത്തിയുടെ അകവും പുറവും എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് മത്തിയുടെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ഇതിന് ചാളയെന്നും മത്തിയെന്നും പറയാറുണ്ട്. വേറെ എന്തെങ്കിലും പേര് ഇതിന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് വീഡിയോ കഴിഞ്ഞു. മത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ വീഡിയോയുടെ കൂടെ ഫ്രൈ ചെയ്യുന്നത് ഇട്ടാൽ വീഡിയോ ലെങ്തി ആയി പോവുമായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയിട്ട് ഫ്രൈ ചെയ്യുന്നത് വേണമെങ്കിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ചെയ്യാം. പിന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.